ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ഹോംവർക്ക്. ഞാൻ സ്വാതി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് CBSE 10th സ്റ്റാൻഡേർഡിൻ്റെ അരിത്മെറ്റിക് പ്രോഗ്രഷനാണ്. അത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഈ വീഡിയോസും ക്ലാസ്സും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ബാക്കി കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഡൗട്ട്സോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ID ഉണ്ട്. എല്ലാവർക്കും പേഴ്സണലായിട്ട് മെയിൽ അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കണും അമർത്തണം. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടോപ്പിക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ നേച്ചറിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് തിങ്സിന് ഒരു സർട്ടൺ പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിട്ട് മനസ്സിലാവും അല്ലേ? അതിന് എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? പെറ്റൽസ് ഓഫ് എ സൺഫ്ലവർ, സ്പൈറൽസ് ഓഫ് എ പൈനാപ്പിൾ ആൻഡ് ഹോൾസ് ഓഫ് എ ഹണി കോം. ഇതൊക്കെ ഒരു സർട്ടൺ പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും നമ്മൾ ഇതുപോലെ തന്നെ ചില പാറ്റേൺസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ഓരോന്നും നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്? റീന അപ്ലൈഡ് ഫോർ എ ജോബ് ആൻഡ് ഗോട്ട് സെലക്റ്റഡ്. She has been offered a job with starting monthly salary of rupees 8,000 with an annual increment of rupees 500 in her salary. ഇവിടെ റീനയ്ക്ക് ജോലി കിട്ടി. റീനയുടെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് 8,000 ആണ്. ആനുവൽ ഇൻക്രിമെൻ്റ് ആണ് റീനയ്ക്കുള്ളത്. അത് എത്രയാണ്? 500 വെച്ചാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സാലറി എത്രയാണ്? 8,000 ആണ്. ദെൻ നെക്സ്റ്റ് ഇയർ ആനുവൽ ഇൻക്രിമെൻറ്റ് എത്രയാണ്? 500 ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ഇയർ റീനയുടെ സാലറി ആയിരിക്കും 8,500. ദെൻ നെക്സ്റ്റ് ഇയർ എത്രയായിരിക്കും? 9,000 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഇയർ 9,500 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ റീനയുടെ സാലറി ഒരു ഫിക്സഡ് നമ്പർ വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവാണ്. എത്രയാണ് ആ ഫിക്സഡ് നമ്പർ? 500 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നു. അതായത് റീനയുടെ സാലറി ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ദ നമ്പർ ഓഫ് യൂണിറ്റ് സ്ക്വയേഴ്സ് വിത്ത് സൈഡ് 1, 2, 3 യൂണിറ്റ്സ് ആർ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയേഴ്സ് ഇവിടെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ സ്ക്വയേഴ്സിൻ്റെ സൈഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 യൂണിറ്റ്, സെക്കൻഡിൻ്റെ 2 യൂണിറ്റ്, തേർഡിൻ്റെ 3 യൂണിറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയേഴ്സ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ എങ്ങനെയാണ്? 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ എക്സെട്ര. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സക്സീഡിങ് ടേംസ് കിട്ടുന്നത്? എങ്ങനെയാണ്? പ്രിസീഡിങ് ടേംസിൻ്റെ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എടുക്കുമ്പോഴാണ് നമുക്കിവിടെ ഈ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അടുത്ത് നോക്കി നോക്കാം. The length of the rungs of a ladder decrease uniformly by 2 cm from bottom to top. The bottom rung is 45 cm in length. ഓക്കെ, ഇതൊരു ലാഡറാണ്. അപ്പോൾ ലാഡറിൻ്റെ ഈ സ്റ്റെപ്പുകളിൽ ലാസ്റ്റത്തെ ബോട്ടം സ്റ്റെപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 45 cm ആണ്. ഇത് ബോട്ടം ടു ടോപ്പ്, അത് താഴെ നിന്ന് മുകളിലോട്ട് പോകും തോറും ഈ റങ്ങിൻ്റെ ഒക്കെ ലെങ്ത്ത് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. എത്ര വെച്ചാണ് കുറയുന്നത്? 2 യൂണിറ്റ് വെച്ച്, അതായത് 2 സെൻറ്റിമീറ്റർ വെച്ച് കുറഞ്ഞു വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും? ഇവിടെ 45-ന്ന് 2 മൈനസ് ചെയ്യാം. സോ നമുക്കിവിടെ എത്ര കിട്ടും? 43. ഓക്കെ, ദെൻ നെക്സ്റ്റ് എത്ര കിട്ടും? 41. അടുത്തത് എത്ര വരും? 39, 37, 35. ഓക്കെ, അപ്പോൾ ഇവിടെ 2 വെച്ചിട്ട് കുറഞ്ഞു പോകുന്നു. അതായത് ബോട്ടം ടു ടോപ്പ് എന്ത് ചെയ്തു? നമ്മൾ 2 വെച്ച് കുറഞ്ഞു പോകുന്നതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾസിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? പാറ്റേൺസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സക്സീഡ് ടേംസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രിസീഡിങ് ടേംസിൻ്റെ കൂടെ ഒന്നെങ്കിൽ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് നമ്പർ മൈനസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഫോം ചെയ്യുന്നത് എന്താണ്? പാറ്റേൺസ് ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, ഇവിടെ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിനകത്തുള്ള ഓരോ നമ്പറിനെയും നമ്മൾ പറയുന്ന പേരാണ് ടേം എന്ന്. ഓക്കെ, എന്താണ്? ടേം. അപ്പോൾ ഈ ഒരു ലിസ്റ്റിനകത്തുള്ള ടേംസ് ഏതൊക്കെയാണ്? 1 എന്ന് പറയുന്ന ഒരു ടേമാണ്, 2 എന്ന് പറയുന്ന ഒരു ടേമാണ്, 3 എന്ന് പറയുന്ന ഒരു ടേമാണ്, 4 എന്ന് പറയുന്ന ഒരു ടേമാണ്. അപ്പോൾ ഈ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനകത്തുള്ള ഓരോ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, എനിക്ക് ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഈ ലിസ്റ്റിനുള്ള അടുത്ത ടേംസ് കണ്ടുപിടിക്കണം.
അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ലിസ്റ്റും ഫോളോ ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 1 2 3 4 ഇതെങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? സെക്കൻഡ് ടേം കിട്ടിയത്. ദെൻ സെക്കൻഡ് ടേമിൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോഴാണ് തേർഡ് ടേം കിട്ടിയത്. തേർഡ് ടേമിൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോഴാണ് ഫോർത്ത് ടേം കിട്ടിയത്. സോ നമുക്ക് അടുത്ത ടേം എങ്ങനെ കണ്ടുപിടിക്കാം? 5 എന്ന് പറയും. ദെൻ അടുത്ത ടേം എത്രയായിരിക്കും? 6. അങ്ങനെ പോകും. അതായത് ഇവിടെ എങ്ങനെയാണ് നമ്മൾ +1 ചെയ്തു, അതായത് പ്രിസീഡിങ് ടേംസിൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് സക്സീഡിങ് ടേംസ് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നോക്കി നോക്കാം. 100 70 40 10 ഇതിൻ്റെ അടുത്ത ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനു മുമ്പ് ഇവിടെ എങ്ങനെയാണ്, ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് നോക്കണം. ഈ പാറ്റേണിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിന് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? 100ൻ്റെ കൂടെ -30 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 70 എന്ന് കിട്ടിയത് അല്ലേ? നോക്കൂ, 100ഉം -30, അതായത് പ്ലസും മൈനസും കൂടെ ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. 100ൽ നിന്ന് 30 കുറയ്ക്കുമ്പോൾ നമുക്ക് 70 കിട്ടും. വലുതിൻ്റെ സൈൻ ഇടണം, അതായത് 100ൻ്റെ സൈൻ എത്രയാണ്? പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 70 എന്ന് കിട്ടി. നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 40ൻ്റെ കൂടെ സെയിം -30 ആഡ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും? 40ന്ന് 30 മൈനസ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. ഓക്കെ, വലുതിന്ന് ചെറുത് കുറയ്ക്കും. 40ന്ന് 30 മൈനസ് ചെയ്താൽ 10. ദെൻ വലുതിൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവ് സൈൻ. ദെൻ നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത നമ്പർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 10ൻ്റെ കൂടെ -30 ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. ഓക്കെ, അപ്പോൾ വലുതെന്ന് പറയുന്നത് ഇവിടെ 30 ആണ്. 30ൽ നിന്ന് 10 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 20 എന്ന് കിട്ടും. ദെൻ ഇവിടുത്തെ വലിയ നമ്പർ ഏതാണ്? 30 ആണ്. അപ്പോൾ അതിൻ്റെ സൈൻ എന്താണ്? മൈനസ്. അപ്പോൾ ഇവിടുത്തെ നെക്സ്റ്റ് ടേം എന്തായിരിക്കും? -20. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ്? -30 വെച്ച് ആഡ് ചെയ്ത് പോയിരിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം. -3 -2 -1 0 ഇവിടെ എത്ര വെച്ചാണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. എന്നാലും നമുക്ക് അടുത്ത ടേംസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ 3യുടെ കൂടെ എത്ര ആഡ്, -3യുടെ കൂടെ എത്ര ആഡ് ചെയ്തപ്പോഴായിരിക്കും -2 കിട്ടിയത്? +1 ചെയ്തപ്പോഴായിരിക്കും കിട്ടിയത്. സോ നമുക്ക് -3 +1 അപ്പോൾ എത്ര കിട്ടും? -2 എന്ന് കിട്ടും അല്ലേ? -3 +1, പ്ലസും മൈനസും തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കണം. സോ വലിയ നമ്പറിന് സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ വലിയ നമ്പർ 3 ആണ്. 3ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 എന്ന് കിട്ടും. വലിയ നമ്പറിന്റെ സൈൻ മൈനസ് ആണ്. സോ നമ്മൾ 2ൻ്റെ കൂടെ മൈനസ് പ്ലേസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്ത നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? -2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും? -1 കിട്ടും. -1ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 എന്ന് കിട്ടും. ദെൻ അടുത്ത ടേം കണ്ടുപിടിക്കാൻ 0ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 1. അപ്പോൾ ഇവിടെ വരുന്ന അടുത്ത ടേം എത്രയാണ്? 1. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആഡ് ചെയ്യുന്ന ഫിക്സഡ് നമ്പർ ഏതാണ്? സക്സീഡിങ് ടേംസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രിസീഡിങ് ടേമിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ഫിക്സഡ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഓക്കെ, ഈ കേസിലാണെങ്കിലോ -30 ആയിരുന്നു. ഈ കേസിലാണെങ്കിൽ +1. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഇവിടുത്തെ അടുത്ത ടേം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ അടുത്ത ടേം എന്ന് പറയുന്നത് 3 തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ പ്രിസീഡിങ് ടേംസിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ 0 ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 0 മൈനസ് ചെയ്യുക. ഇതിൽ ഏത് ചെയ്താലും ഈ ടേംസ് എങ്ങനെ പോകും? 3 3 3 എന്ന് പറഞ്ഞ് പോകും. മനസ്സിലായോ? ഒന്നില്ലെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? +0 അല്ലെങ്കിൽ -0. നോക്കൂ, 3യുടെ കൂടെ +0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 തന്നെ കിട്ടും. ദെൻ ഈ 3ൻ്റെ കൂടെ +0 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും 3 തന്നെ കിട്ടും. ഇതിൻ്റെ കൂടെ +0 ചെയ്ത് കഴിഞ്ഞാൽ 3 തന്നെ കിട്ടും. ക്ലിയർ? ദെൻ 3ൽ നിന്ന് 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാലോ 3 - 0 3 തന്നെ കിട്ടും. ഈ 3യുടെ കൂടെ മൈനസ് ചെയ്താൽ 3 - 0 പിന്നെയും 3 തന്നെ കിട്ടും. ദെൻ 3 - 0 പിന്നെയും 3 തന്നെ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ പ്രിസീഡിങ് ടേംസിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ 0 ആഡ് ചെയ്യണം, അല്ലെങ്കിൽ 0 മൈനസ് ചെയ്യണം.
ഏത് ചെയ്താലും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഈ സക്സീഡിങ് ടേംസ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. -1.0, -1.5, -2.0, -2.5. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഈ ടേംസിൻ്റെ എല്ലാം കൂടെ ഇപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? -1.0. ഇതിൻ്റെ കൂടെ പ്ലസ് -0.5 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? അടുത്ത -1.5 കിട്ടുക. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടത്? രണ്ട് മൈനസ് നമ്പേഴ്സ് തമ്മിൽ, നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടും കൂടെ ആഡ് ചെയ്യണം, എന്നിട്ട് സെയിം സൈൻ ഇട്ട് കൊടുക്കണം. സോ നമുക്ക് 1.0യും 0.5ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 1.5 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ദെൻ സെയിം സൈൻ ഇട്ട് കൊടുക്കുക, -1.5. അതാണ് ഇവിടെ കിട്ടിയത്. നെക്സ്റ്റ് നമ്പർ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഈ 1.5ൻ്റെ കൂടെ, അതായത് -1.5ൻ്റെ കൂടെ -0.5 ആഡ് ചെയ്ത് കൊടുക്കണം. സോ നമുക്ക് എന്ത് കിട്ടണം? രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? രണ്ട് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് അതിന് സെയിം സൈൻ ഇട്ട് കൊടുക്കണം. 1.5 പ്ലസ് -0.5. സോ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2.0. ദെൻ സെയിം സൈൻ എന്ന് പറയുമ്പോൾ -2.0. ദെൻ നമുക്ക് ലാസ്റ്റ് നമ്പർ ഏതാ? -2.5 ആണ് അല്ലേ? അതിൻ്റെ കൂടെ ഈ സെയിം 0.5 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, -0.5 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5ഉം 0.5 എത്രയാണ്? 3.0. ഓക്കെ, സെയിം സൈൻ ഇട്ട് കൊടുക്കുക. സോ ഇവിടുത്തെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് -3.0 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടുത്തെ പാറ്റേൺസ് അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എങ്ങനെയാണ് ഫോം ചെയ്തത്? നമ്മൾ പ്രിസീഡിങ് ടേംസിൻ്റെ കൂടെ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? സക്സീഡിങ് ടേംസ് ഓരോന്നും കിട്ടിയത്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് അഥവാ AP എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്, അതായത് AP. ഇതിനെക്കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് AP എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, an arithmetic progression is a list of numbers in which each term is obtained by adding a fixed number to the preceding term except the first term. ഓക്കെ, അപ്പോൾ സക്സീഡിങ് ടേംസ് എല്ലാം കിട്ടുന്നത് എങ്ങനെയാണ്? പ്രിസീഡ് ടേംസിൻ്റെ കൂടെ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു നമ്പർ സീരീസിനെ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിക്സഡ് നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് ഓഫ് ദ AP. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ D എന്നാണ്. ഓക്കെ, ദെൻ ഈ കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം, ഈവൻ സീറോയും ആയിരിക്കാം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാണ്. ഇപ്പോൾ A1, A2, A3, A4 എക്സിട്ര AN എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇതിലെ A1 എന്ന് പറയുന്നത് ആ APയുടെ ഫസ്റ്റ് ടേം ആണ്. ദെൻ A2 സെക്കൻഡ് ടൈം, A3 തേർഡ് ടൈം, ഫോർത്ത് ടൈം. ദെൻ AN എന്ന് പറയുന്നത് ആ ഒരു സീക്വൻസിൽ അല്ലെങ്കിൽ ആ ഒരു സീരീസിലെ nth ടൈം ആണെന്ന് വിചാരിക്കാം. ക്ലിയർ ആയല്ലോ? ദെൻ നമുക്ക് എങ്ങനെ D കണ്ടുപിടിക്കാം എന്നാണ് ചോദിക്കുന്നത്. D എന്ന് പറയുന്നത് D is equal to A2 minus A1 equal to A3 minus A2 equal to A4 minus A3 etc. equal to എത്ര വരും? AN minus AN minus 1. ഓക്കെ, അപ്പോൾ ഈ D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അടുത്തടുത്ത നമ്പേഴ്സിൻ്റെ എന്തെടുക്കണം? സബ്ട്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ D എന്ന് പറയുന്നത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അടുത്തടുത്ത ടേംസിൻ്റെ എന്തെടുത്തു? സബ്ട്രാക്ഷൻ എടുത്തു. മനസ്സിലായല്ലോ? നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു AP തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഏതാണ്? 147. ഓക്കെ, ദെൻ എനിക്ക് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? D എന്ന് പറയുന്നത് D ആണ് കോമൺ ഡിഫറൻസ്. അതായത് കോമൺ ഡിഫറൻസ് D is equal to എന്ത് ചെയ്യണം? ഇവിടെ ഫസ്റ്റ് ടൈം A1 ആണ്, ദിസ് ഈസ് A2, ദിസ് ഈസ് A3, ദെൻ A4, A5, അങ്ങനെ എത്രയുണ്ട്? അപ് ടു ഒരു AN വരെ ഉണ്ടെന്ന് വിചാരിക്കാം. ദെൻ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കാണാനായിട്ട് ഈ A2 മൈനസ് A146 മൈനസ് 147 എത്ര വരും? ആൻസർ -1 എന്ന് വരും.
ഓക്കെ. ദെൻ അടുത്തത് എത്രയാണ്? 145 മൈനസ് 146. അവിടെ എത്രയാണ്? -1 ആണ്. ദെൻ അടുത്തത് എത്രയാണ്? 142 മൈനസ് 143. അവിടെയും -1 തന്നെ വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് എല്ലായിടത്തും സെയിം ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു നമ്പർ സീരീസ് എന്ന് പറയുന്നത് AP-യിലാണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. അവിടെ കോമൺ ഡിഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഡി എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഇതിൻ്റെ സക്സീഡിങ് ടേംസ് കിട്ടുന്നത് പ്രിസീഡിങ് ടേംസിൻ്റെ കൂടെ -1 ആഡ് ചെയ്ത് പോകുമ്പോഴാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് AP-ക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഓക്കെ. അപ്പോൾ ദ ഹൈറ്റ്സ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് എ സ്കൂൾ സ്റ്റാൻഡിങ് ഇൻ എ ക്യൂവിൽ നിൽക്കുന്ന കുട്ടികളുടെ ഹൈറ്റ് ആണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? 147, 148, 149 എക്സെട്ര 157. മനസ്സിലായോ? ഇനി ഇതൊരു AP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. AP ആണെങ്കിൽ അപ്പോൾ അതിന് എന്തൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് ടൈം ഉണ്ടാവും, കോമൺ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ടുപിടിച്ച് നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ A ആണ് എടുക്കുന്നത്. എത്രയാണ്? 147 ആണ്. ദെൻ കോമൺ ഡിഫറൻസ് കാണാനായിട്ട് എന്ത് ചെയ്യണം? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്യണം. ദെൻ 148 മൈനസ് 147 ഈക്വൽ ടു 1. ഓക്കെ. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ്, ഇത് സെക്കൻഡ് ടൈം A1, A2, A3 എക്സെട്ര. ഇതൊരു AN. മനസ്സിലായോ? ദെൻ ഇതിലത്തെ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? A2 മൈനസ് A1, A3 മൈനസ് A2. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 1 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി A എന്ന് പറഞ്ഞാലും A1 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ, അതിൽ കൺഫ്യൂഷൻ പാടില്ല. ഇനി അടുത്ത എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. ദ മിനിമം ടെമ്പറേച്ചേഴ്സ് റെക്കോർഡഡ് ഫോർ എ വീക്ക് ഇൻ ദ മന്ത് ഓഫ് ജനുവരി ഇൻ എ സിറ്റി. ഓക്കെ. -3.1, -3.0, -2.9, -2.8, -2.7, -2.6, -2.5. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ A എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഏതാണ്? -3.1. ദെൻ കോമൺ ഡിഫറൻസ് കാണാനായിട്ട് D എന്ന് പറയുന്നത് എന്താണ്? -3.0 മൈനസ് -3.1, -3.0 മൈനസ് -3.1. ഓക്കെ. നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? -3.0 പ്ലസ് 3.1. ഓക്കെ. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. സോ നമ്മൾ 3.1ൽ നിന്ന് 3.0 കുറച്ച് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 0.1. വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഏതാണ്? പോസിറ്റീവ് ആണ്. സോ അവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 0.1. ഈ 0.1 തന്നെയായിരിക്കും ഈ -2.9ൽ നിന്ന് -3.0 മൈനസ് ചെയ്താലും കിട്ടാം. ഓക്കെ. ഇതൊരു AP ആണെങ്കിൽ എല്ലാ നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.1 എന്നായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് നോക്കി നോക്കാം. ദി ക്യാഷ് പ്രൈസസ് ഗിവൻ ബൈ എ സ്കൂൾ ടു ദ ടോപ്പേഴ്സ് ഓഫ് 1 to 12 ആർ 200, 250, 300, 350 അപ് ടു 750. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് A is equal to എത്രയാണ്? 200. D is equal to, that is common difference എത്രയാണ്? 250 മൈനസ് 200 എത്രയാണ്? 50. ഓക്കെ. അത് തന്നെയല്ലേ 300 മൈനസ് 250 ചെയ്താലും കിട്ടുക, 350 മൈനസ് 300 ചെയ്താലും അത് തന്നെയാണ് കിട്ടുക. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ nth ടൈം എന്ന് പറയുന്നത് 750 ആണ്. ഓക്കെ. ഇത് ലാസ്റ്റ് ടൈമും ആണ്. അപ്പോൾ നമ്മൾ ഈ AP-ൻ്റെ ഒക്കെ പ്രത്യേകത നോക്കുമ്പോൾ ഇതൊക്കെ എന്താ? ഇതിനൊക്കെ ലാസ്റ്റ് ടൈം ഉണ്ടല്ലേ? ഇങ്ങനെ ലാസ്റ്റ് ടൈമുള്ള AP അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനെ നമ്മൾ പറയുന്നതാണ് ഫൈനൈറ്റ് AP. ഓക്കെ. ഇറ്റ് ഹാസ് ലാസ്റ്റ് ടൈം. ഓക്കെ. ഇതിനൊക്കെ ലാസ്റ്റ് ടൈം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് AP. ഇനി ഇൻഫൈനൈറ്റ് AP ഉണ്ട്. നമ്മൾ മുൻപ് കുറച്ച് എക്സാമ്പിൾസ് കണ്ടില്ലായിരുന്നു? ഒരു 1, 2, 3, 5 നമ്പർ സീരീസ് കണ്ടില്ലായിരുന്നു? അതിന് എന്താണ്? ലാസ്റ്റ് ടൈം ഇല്ല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഫൈനൈറ്റ് AP. ഓക്കെ. infinite AP. Such APs do not have last time.
ഓക്കെ, ക്ലിയർ ആണല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ എ പി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ഫൈനൈറ്റ് എ പിയും ഇൻഫൈനൈറ്റ് എ പിയും. ഫൈനൈറ്റ് എ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലാസ്റ്റ് ടൈം ഉണ്ടായിരിക്കും. ഇൻഫൈനൈറ്റ് എ പി എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഹാവ് ലാസ്റ്റ് ടൈം, അതിന് ലാസ്റ്റ് ടൈം ഉണ്ടായിരിക്കില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ എക്സാമ്പിൾസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നൊരു കാര്യമാണ് എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d എക്സിട്ര. ഓക്കെ, അതായത് ഇപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ 200 ആണ് അല്ലേ? ഈ 200ൻ്റെ കൂടെ ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ എത്രയാണ്? 50 ആണ്. ആ 50 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 250 കിട്ടുന്നത് അല്ലേ? ദെൻ ഇതെന്ന് പറയുന്നത് എന്താ? എ പ്ലസ് ഡി ആണ്. ഈ എ പ്ലസ് ഡിയുടെ കൂടെ പിന്നെ അഗെയിൻ നമ്മൾ ഈ ഡി എന്നെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 300 കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ജനറൽ ഫോം ഓഫ് എ പി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. എ എന്ന് പറയുന്നതും A1 എന്ന് പറയുന്നതും ഈക്വൽ ആണ് കേട്ടോ. സോ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എത്രയാണ്? 200 ആണ്. ഇനി ഈ 200ൻ്റെ കൂടെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള, അതായത് സക്സീഡിങ് ടേംസ് കിട്ടാനായിട്ട് പ്രിസീഡിങ് ടേംസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഫിക്സഡ് നമ്പറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ കോമൺ ഡിഫറൻസ് ഈ കേസിൽ എത്രയാണ്? 50 ആണ്. അപ്പോൾ നെക്സ്റ്റ് ടേംസ് ആയിട്ടുള്ള A2 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എയുടെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഡി ആഡ് ചെയ്യണം. സോ ഇവിടെ എ എന്ന് പറയുന്നത് 200 ആണ്. 200ൻ്റെ കൂടെ 50 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 250. അതാണ് A2. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ടേം കാണണം, A3 കാണണം. A3 എന്ന് പറയുന്നത് എന്താണ്? A2ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? A3 എന്ന് പറയുന്നത്. A2 എന്ന് പറയുന്നത് ഇവിടെ 250 ആണല്ലേ? സോ നമുക്കിവിടെ എ പ്ലസ് ഡി, A2 എന്ന് പറയുന്നത് എ പ്ലസ് ഡി ആണല്ലോ, അതിൻ്റെ കൂടെ ഒരു ഡിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? എ പ്ലസ് 2d. ഓക്കെ, ഈ എ പ്ലസ് 2d എന്ന് പറയുന്നത് എന്താണ്? 250ൻ്റെ കൂടെ 50 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്, അത് എത്രയാണ്? 300. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. മനസ്സിലായോ? എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d. ഇതാണ് ജനറൽ ഫോം ഓഫ് എൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ക്ലിയർ ആയല്ലോ? എ എന്ന് പറയുന്നത് അവിടുത്തെ ഫസ്റ്റ് ടൈം ആണ്, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം നമുക്ക് എന്താണ്? ഇവിടെ എ തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കണ്ടുപിടിക്കണം. സോ എ എന്ന് പറയുന്നത് -7 ആണ്, ഡി എന്ന് പറയുന്നത് -2 ആണ്. സോ നമുക്ക് എ പിയിലെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? എ പിയിലെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ A1 = എത്രയാണ്? -7. ഫസ്റ്റ് ടൈം നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. ദെൻ സെക്കൻഡ് ടൈം ആയിട്ടുള്ള A2 കണ്ടുപിടിക്കണം. A2 എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ഡി ആണ് അല്ലേ? ഡി എത്രയാണ്? -2 ആണ്. എ എന്ന് പറയുന്നത് -7 ആണ്. സോ -7 പ്ലസ് -2 എന്ന് പറയുന്നത് -9 ആണ്. ഓക്കെ, ദെൻ A2 എന്ന് പറയുന്നത് എന്താണ്? -9. ഇനി നെക്സ്റ്റ് എനിക്ക് A3 കണ്ടുപിടിക്കണം. A3 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? A പ്ലസ് 2d അല്ലേ? എ പ്ലസ് 2d എന്ന് പറയുമ്പോൾ ഇവിടെ -9 ഉണ്ടല്ലേ? -9 ആണ് എ പ്ലസ് ഡി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഡി കൂടെ ആഡ് ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും? -2 ആഡ് ചെയ്യുമ്പോൾ -11 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് എനിക്ക് A4 കണ്ടുപിടിക്കണം. A4 കാണാനായിട്ട് എന്ത് ചെയ്യണം? എ പ്ലസ് 2dയുടെ കൂടെ ഒരു ഡിയും കൂടെ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എ പ്ലസ് 3d. എ പ്ലസ് 3d എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ A3 തന്നിട്ടുണ്ട്, -11 ആണ്. അതിൻ്റെ കൂടെ -2 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും -13. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എ പി എന്ന് പറയുന്നത് എത്രയാണ്? -7, -9, -11, -13 എക്സിട്ര. ഇതാണ് ഇവിടുത്തെ എ പി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്തതെന്ന് നോക്കാം. അടുത്തതിൽ എ തന്നിട്ടുണ്ട് 6 ആണ്, കോമൺ ഡിഫറൻസ് ഡി തന്നിട്ടുണ്ട് 3 ആണ്. സോ നമുക്ക് എ പി കണ്ടുപിടിക്കണം. അപ്പോൾ A1 = 6 തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് A2 കണ്ടുപിടിക്കണം. A2ൻ്റെ ഇക്വേഷൻ എന്താ? എ പ്ലസ് ഡി അല്ലേ? എ പ്ലസ് ഡി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 6 ആണ്, ഡി എന്ന് പറയുന്നത് 3 ആണ്. സോ എ പ്ലസ് ഡി എന്ന് പറയുന്നത് 9. ഇനി എനിക്ക് A3 കണ്ടുപിടിക്കണം. A3യുടെ ഇക്വേഷൻ എ പ്ലസ് 2d. സോ എ എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണല്ലേ? പ്ലസ് 2 × d ചെയ്താൽ മതി. അപ്പോൾ 2 × d എന്ന് പറയുന്നത് 3 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും?
6 പ്ലസ് 6 എത്ര വരും? 12. ക്ലിയർ ആണല്ലോ. ദെൻ A4 കണ്ടുപിടിക്കണം. A പ്ലസ് 3D ആണ് എന്ത് A4 എന്ന് പറയുന്നത്. A പ്ലസ് 3D. ദെൻ നമുക്ക് എന്ത് കൊടുക്കാം? A എന്ന് പറയുന്നത് 6, 3 ഇൻറ്റു D എന്ന് പറയുന്നത് എന്താ? 3 തന്നെ. സോ നമുക്ക് 3 കൊടുത്തു. അപ്പോൾ 6 പ്ലസ് 9. ഓക്കെ, ദെൻ 15 എന്ന ആൻസർ കിട്ടും. അടുത്തത് A5 കണ്ടുപിടിക്കാം. A പ്ലസ് 4D ആണ് A5 എന്ന് പറയുന്നത്. 6 പ്ലസ് 4 ഇൻറ്റു 3, 6 പ്ലസ് 12 ഈക്വൽ ടു 18. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടുത്തെ AP എന്ന് പറയുന്നത് 6, 9, 12, 15, 18 എക്സെട്ര. ക്ലിയർ ആയല്ലോ. എനിക്കിനി ഇതിനകത്ത് ഒരു n കണ്ടുപിടിക്കണം. an കണ്ടുപിടിക്കണം, അതായത് nth ടേം കണ്ടുപിടിക്കണം. nth ടേം എനിക്ക് അറിയില്ല, പക്ഷെ എനിക്കത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയായിരിക്കും അത് വരിക? a പ്ലസ് n-ൻ്റെ തൊട്ട് മുമ്പുള്ള ടേം വരണം അല്ലേ? അത് എത്രയാണ്? n-1 ഇൻറ്റു d. ഓക്കെ, അപ്പോൾ ഇതാണ് nth ടേം ഓഫ് AP എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ 5th ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? a പ്ലസ് 4 ഇൻറ്റു d എന്ന് ചെയ്തു. 4th ടേം കണ്ടുപിടിക്കണമെങ്കിൽ 4-നേക്കാളും തൊട്ട് മുമ്പുള്ള നമ്പറാണ് നമ്മൾ ഇവിടെ വരുത്തിയത്, a പ്ലസ് 3d. 3rd ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ a പ്ലസ് 2d എന്ന് എടുത്തു. ദെൻ നമുക്ക് nth ടേം കണ്ടുപിടിക്കണമെങ്കിൽ n-നേക്കാളും തൊട്ട് മുൻപുള്ള നമ്പർ അത് എത്രയാണ്? n-1. ഓക്കെ, അപ്പോൾ a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്നതായിരിക്കും nth ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ n-ൻ്റെ സ്ഥാനത്ത് നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും വരാം കേട്ടോ. ഇവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് 8th ടേം ആണെങ്കിൽ ഇവിടെ A8 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എന്ത് വരും? a പ്ലസ് 8-1 ഇൻറ്റു d. 8-1 എന്ന് പറയുന്നത് 7d. ക്ലിയർ ആണല്ലോ. എനിക്കിനി A10 കണ്ടുപിടിക്കണം. A10 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? a പ്ലസ് n-1 എന്ന് പറയുന്നത് 10-1 ഇൻറ്റു d. അതായത് a എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്, പ്ലസ് 10-1 എന്ന് പറയുന്നത് 9 ആണ്, ഇൻറ്റു d എന്ന് പറയുന്നത് 3. ഓക്കെ, അപ്പോൾ 6 പ്ലസ് 9 ഇൻറ്റു 3 എന്ന് പറയുന്നത് 27. 33 എന്ന് കിട്ടും ആൻസർ. അപ്പോൾ നമ്മൾ എത്രയാമത്തെ? A10 10th ടേം നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാൻ നമുക്ക് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു APയിലെ ഏതൊരു ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? a പ്ലസ് n-1 ഇൻറ്റു d. nth ടേം എന്ന് പറയുന്നത് n-ന് ഏത് വാല്യൂയും കൊടുക്കാം. നമുക്ക് ഏത് ടേം വേണമെങ്കിലും ആ APയിലെ എത്രാമത്തെ ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് 6th ടേം കണ്ടുപിടിക്കാം, 9th ടേം കണ്ടുപിടിക്കാം, 11th, 12th, 13th എത്ര വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. എന്തറിഞ്ഞാൽ മതി? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിഞ്ഞാൽ മതി. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? nth ടേം ഓഫ് AP. nth ടേം ഓഫ് AP കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? an is equal to a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ nth ടേമിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് an എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അതിനൊരു എക്സാമ്പിളാണ് ഫൈൻഡ് ദ 10th ടേം ഓഫ് AP 2, 7, 12 എക്സെട്ര. ഓക്കെ, അപ്പോൾ 2, 7, 12 എന്ന് പറഞ്ഞാൽ APയിൽ 10ാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയില്ല, 10th ടേം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. a തന്നിട്ടുണ്ട് അല്ലേ? a എന്ന് പറയുന്നതും a1 എന്ന് പറയുന്നതും സെയിം ആണ്. സോ നമുക്ക് എത്ര കിട്ടി? 2. ഓക്കെ, ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിനകത്തെ ഫസ്റ്റ് ടൈം ആണ് എന്ത്? a എന്ന് പറയുന്നത്. ദെൻ d എന്ന് പറയുന്നത് കാണാനായിട്ട് എന്ത് ചെയ്യണം? 7 - 2 = 5. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 12 - 7 ചെയ്താൽ മതി, അപ്പോഴും 5 കിട്ടും. അപ്പോൾ d എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. കോമൺ ഡിഫറൻസ് 5 ആണ്. ഇനി നമുക്ക് a അറിയാം, d അറിയാം. സോ നമുക്ക് ഇക്വേഷൻ എഴുതാം. an is equal to a plus n-1 into d അല്ലേ? ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? A10 10th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ n ആണ് ഇവിടെ 10 എന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? a plus 10 - 1 into d. ഓക്കെ, അപ്പോൾ A10 is equal to a plus 10 - 1 into d. n-ൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ എന്ത് കൊടുത്തു? 10 എന്ന് കൊടുത്തു. ദെൻ a നമുക്കറിയാം എത്രയാണ്? 2.
പ്ലസ് 10 മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് 9 ആണല്ലേ. സോ നമ്മൾ 9 എഴുതി. ഇൻറ്റു ഡി എന്ന് പറയുന്നത് 5 ആണ്. സോ 2 പ്ലസ് 9 ഇൻറ്റു 5 45 ഈക്വൽ ടു 47. അപ്പോൾ ഈ എ പിയിലെ 2, 7, 12 എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ 10th ടേമാണ് ആര് 47 എന്ന് പറയുന്നത്. നമുക്ക് 10th ടേം കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. 10th ടേം ഏതാണ് 47 ആണെന്ന് കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഒരു എ പി തന്നിട്ടുണ്ട്, അതിന് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് അതിലെ എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ 10th ടേം കണ്ടുപിടിച്ചു. നമുക്കിനി 11th ടേം 12th ടേം എത്ര ടേം വേണമെങ്കിലും നമുക്ക് എത്രാമത്തെ ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിനുള്ള ഇക്വേഷനാണ് എന്ത് an is equal to a plus n minus 1 into d. നമുക്കിവിടെ അറിയേണ്ടത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ടേം അറിയണം, പിന്നെ കോമൺ ഡിഫറൻസ് അറിയണം. ദെൻ നമുക്ക് എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഈ എന്നിൻ്റെ പ്ലേസിൽ നമ്പേഴ്സ് കൊടുത്താൽ മതി. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. വിച്ച് ടേം ഓഫ് ദ എ പി 21, 18, 15 ഈസ് മൈനസ് 81 ഈസ് എനി ടേം 0? ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു എ പി തന്നിട്ടുണ്ട്. അത് എത്രയാണ് 21, 18, 15 എക്സെട്ര. ഈ എ പിയിനകത്ത് മൈനസ് 81 എന്ന് പറയുന്നത് ഒരു ടേം ആണോ? അങ്ങനെയാണെങ്കിൽ അത് എത്രാമത്തെ ടേം ആണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം nth ടേം കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? an is equal to a plus n minus 1 into d. ഓക്കെ, nth ടേം കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. നമുക്ക് a അറിയാം, d കണ്ടുപിടിക്കണം അല്ലേ. സോ നമുക്ക് d കണ്ടുപിടിക്കാം. d is equal to എന്ത് വരും? 18 minus 21 equal to -3 അല്ലേ. ഇത് നോക്കിക്കോ. അല്ലെങ്കിൽ d എന്താ 15 minus 18, അപ്പോഴും എന്താണ് -3 തന്നെ കിട്ടും. അപ്പൊ d എന്ന് പറയുന്നത് എന്താണ്? -3 ആണ്. ഓക്കെ, ദെൻ a കണ്ടുപിടിച്ചു. d എത്രയാണ്? -3 ആണ്. a എത്രയാ? 21. ദെൻ നമുക്ക് nth ടേം കാണാൻ അറിയാം അല്ലേ. നമുക്ക് പക്ഷെ ഇവിടെ nth ടേം എത്രാമത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് nth ടേം തന്നിട്ടുണ്ട്. അത് എത്രയാണ്? -81 ആണ് നമുക്ക് തന്നിട്ടുള്ള nth ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ a എന്നിന്റെ പ്ലേസിൽ ആരെ കൊടുക്കാം? -81 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതാണ്. a plus n minus 1 into d is equal to, ഇത് nth ടേം കാണാനുള്ള ഇക്വേഷൻ ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? nth ടേം ആയിരിക്കും. ഇവിടെ ഈ കേസിൽ nth ടേം എത്രയാണ്? -81. ഓക്കെ, ദെൻ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. a എന്ന് പറയുന്നത് എത്രയാ? 21 പ്ലസ് n minus 1 into d എന്ന് പറയുന്നത് എത്രയാ? -3 ഈക്വൽ ടു -81. ദെൻ 21 പ്ലസ്, ഇനി -3 കൊണ്ട് n-നെയും -1-നെയും ഇൻറ്റു ചെയ്യണം. -3 ഇൻറ്റു n എന്ന് പറയുന്നത് എന്ത് വരും? -3n. ദെൻ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് +3. ഓക്കെ, ഇതെന്ന് പറയുന്നത് -81 ആണ്. ദെൻ നെക്സ്റ്റ് എന്ത് വരും സ്റ്റെപ്പ്? 21 പ്ലസ് -3n പ്ലസ് 3 ഈക്വൽ ടു -81. ദെൻ 21ഉം 3യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 22, 23, 24 -3n is equal to -81. ഓക്കെ, ദെൻ നമുക്ക് -3n അപ്പുറത്തോട്ട് കൊണ്ടുപോകാം, -81 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ 24 പ്ലസ് 81 is equal to 3n. ദെൻ 3n എന്നുള്ളത് നമുക്ക് ഒന്നും കൂടെ അറേഞ്ച് ചെയ്ത് എഴുതാം. എത്ര കിട്ടും ഇവിടെ? 24 പ്ലസ് 81 എന്ന് പറയുന്നത് എത്ര കിട്ടും? 3n is equal to 105 എന്ന് കിട്ടും. ദെൻ n is equal to 105 divided by 3. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് ആൻസർ കിട്ടാം? 3 10ൽ 3 ടൈംസ്, ദെൻ 15ൽ 5 ടൈം. ആൻസർ എത്ര കിട്ടും? 35 എന്നാണ് ആൻസർ കിട്ടുക. ക്ലിയർ ആണല്ലോ. ദെൻ നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് ഇപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? വിച്ച് ടേം ഓഫ് ദ എ പി 21, 18, 15 ഈസ് -81. അതായത് ഈ എ പിയിൽ
35ാമത്തെ ടേം ആണ് ആര് -81 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചത് എന്താണ്? A35 is equal to -81. ക്ലിയർ ആണല്ലോ. അപ്പോൾ 35ാമത്തെ ടേം ആണ് ഈ ഒരു AP-യിൽ ആര് -81 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു AP-യിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എത്രാമത്തെ പദമാണെന്നും എത്രാമത്തെ ടേം ആണെന്നും അല്ലെങ്കിൽ ആ ടേം ഏതാണെന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് ക്ലിയർ ആണല്ലോ. ഇനി ഇതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഈസ് എനി ടേം 0? ഓക്കെ, ഏതെങ്കിലും ടേം 0 ആയിട്ട് വരുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സെയിം ഇക്വേഷൻ തന്നെയാണ് വേണ്ടത് അല്ലേ? an is equal to a plus n minus 1 into d. ഓക്കെ, ഏതെങ്കിലും ഒരു ടേം 0 ആയിട്ട് വരുമെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു nth ടേം 0 ആകുമോ ഇല്ലയോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? a plus n minus 1 d is equal to 0. അതായത് nth ടേം 0 ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് എന്ത് വേണം? ഇവിടെ n ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എത്രാമത്തെ ടേം ആണ് 0 ആയതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കൊടുക്കാം. 21 പ്ലസ് n-1 എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല, അപ്പോൾ നമുക്ക് n-1 തന്നെ കൊടുക്കാം. d എന്ന് പറയുന്നത് എന്താണ്? -3 ഈക്വൽ ടു 0. ദെൻ 21 minus 3n plus 3 equal to 0. Then നമുക്ക് എന്ത് ചെയ്യാം? 21 minus 3n plus 3 equal to 0. Then എന്ത്? -3n അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. അപ്പോൾ 21 plus 3 is equal to plus 3n. 3n is equal to 21 plus 3. 21 plus 3 എന്ന് പറയുന്നത് എത്രയാണ്? 24. അപ്പോൾ n is equal to 24 by 3 is equal to 8. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതെന്താണ്? nth ടേം, അതായത് 8th ടേം ആയിരിക്കും 0 വരിക. ഈ AP-നകത്ത് 0 വരുന്നുണ്ട്. അത് എത്രാമത്തെ ടേം ആയിരിക്കും? 8th ടേം ആയിരിക്കും 0 വരിക. അതായത് A8 is equal to 0. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരു AP തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? അതിൻ്റെ AP തന്നിട്ടുണ്ട്, അതിൻ്റെ ഫസ്റ്റ് ടേം അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം. ഇതൊക്കെ അറിയാന്ന് വെച്ചാൽ അതിൽ nth ടേം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ എന്താണ് AP എന്ന് നമ്മൾ പഠിച്ചു, AP-യുടെ nth ടേം കാണാനായിട്ട് പഠിച്ചു, കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും അല്ലെങ്കിൽ ടേം എന്താണ്, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എക്സസൈസ് ആണ്. അതിനു മുൻപ് nth ടേം ഓഫ് AP-യിലെ കുറച്ചും കൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം. കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുള്ള മെയിലിലോട്ട് ഇമെയിൽ അയച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം.